ഖത്തർ അമീറിന്റെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുമായി അമീർ പോർട്രേറ്റ് പ്രദർശനത്തോടനുബന്ധിച്ച് അമീറിന്റെ തത്സമയ ചിത്രരചനയും നടന്നു. ആർട്ട് ഫാക്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന മത്സരത്തിൽ 19 രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുത്തു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ അമീറിന്റെ വ്യത്യസ്ത ഭാവങ്ങളെ ക്യാൻവാസിൽ പകർത്തുന്നതായിരുന്നു മത്സരം. ആദ്യഘട്ടത്തിൽ മത്സരിച്ചത് 19 രാജ്യങ്ങളിൽ നിന്നുള്ള 70-ലേറെ കലാകാരന്മാർ. വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് ഫൈനലിൽ മത്സരിച്ചത് 10 പേർ. ഇതിൽ 3 പേർ മലയാളികളായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകൾ റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ വേദിയില്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് നമുക്ക് നമ്മളെ കഴിയുന്ന പരമാവധി എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹവും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ കൂടിയാണ് ഈ ഒരു എക്സിബിഷൻ കണ്ടിട്ട് കിട്ടുന്നത്. ഒരുപാട് നല്ല റെസ്പോൺസ് എല്ലാ സ്ഥലത്തും കിട്ടിയിട്ടുണ്ട്. റോയൽ ഫാമിലിയിൽ നിന്ന് തന്നെ ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അവരോട് വിസിറ്റിംഗ് ചെയ്തിരുന്നു. റോയൽ ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാർ നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. ടുണീഷ്യയിൽ നിന്നുള്ള വജ്ദി നഫ്സിക്കാണ് പോർട്രേറ്റ് ആർട്ടിസ്റ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം. മലയാളിയായ സഗീർ സാലിഹ് 2ാം സ്ഥാനത്തുണ്ട്. മറ്റൊരു മലയാളിയായ ബാസിദ് ഖാനും ഫിലിപ്പൈനിൽ നിന്നുള്ള നിൽപിനാറും 3ാം സ്ഥാനം പങ്കിട്ടു. സഗീറിനും ബാസിത്തിനും പുറമെ മലയാളി സാന്നിധ്യമായി രാമചന്ദ്രൻ ആർഷയും ഫൈനൽ ഘട്ടത്തിലുണ്ടായിരുന്നു. പ്രമുഖ ചിത്രകലാകാരന്മാരായ ഇസ്മായിൽ അസാമും സലീം മക്തൂർ കിനാനിയുമാണ് ഫലം നിർണയിച്ചത്. المحكم للمسابقة للبورتري في الجاليري اللي هو هاي أول مرة تصير مثل هاي المسابقة ويكون فيها صورة لسمو الأمير الشيخ تميم بن حمد آل ثاني. حقيقة يعني الموضوع جميل. أول شيء يستحق هذا الاحتفاء يعني مناسبة العيد الوطني وكذلك تقديرا لهذه الشخصية العظيمة في تاريخ قطر وهي شخصية الشيخ تميم. لذلك المسابقة هي تعني وتحمل الكثير من الفخر ومن الاعتزاز بهذا اليوم وبهذه المناسبة. أتمنى أنه يكون الجميع بخير. അൽസത്തിലെ ആർട്ട് ഫാക്ടറിയിൽ ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ആദ്യഘട്ടം മുതലുള്ള മികച്ച ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൂടി കലാസ്വാദകർക്ക് ഈ ചിത്രങ്ങൾ കാണാൻ അവസരമുണ്ട്. മീഡിയ 1 ദോഹ.